അടിപൊളി സൺസെറ്റ് ചിത്രങ്ങൾ പകർത്താനുള്ള ടിപ്പുകളും ടെക്നിക്കുകളുമായിട്ടാണ് ഫോട്ടോത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. നല്ല കളറുള്ള ആകാശം കാണുമ്പോൾ ചിത്രങ്ങൾ പകർത്താത്ത ആളുകളുണ്ട്. നിങ്ങളുടെ സൺസെറ്റ് ഫോട്ടോഗ്രാഫിയെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ഈ എപ്പിസോഡിൽ പഠിക്കാം. ടൈമിംഗ്, ഗോൾഡൻ അവർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗോൾഡൻ അവർ എന്നുള്ളത് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ടേമാണ്. സൂര്യാസ്തമയത്തിന് മുന്നേയുള്ള ഒരു മണിക്കൂറോളം സമയം, അതായത് നമുക്ക് സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം കിട്ടുന്ന ആ ഒരു സമയത്തിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫുകൾ പകർത്താൻ പറ്റിയ സമയമാണ്. നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയാലും പോർട്രേറ്റ് ആയാലും ആർക്കിടെക്ചർ ആയാലും എല്ലാ കാര്യങ്ങളും ഈ വെളിച്ചത്തിൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. കാരണം ഈ വെളിച്ചം സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു വാം ടോണും ഉണ്ടാവും. ഇനി അസ്തമയത്തിന് ശേഷമുള്ള കുറച്ച് സമയം, അതിനെയാണ് നമ്മൾ ബ്ലൂ അവർ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ അവറിന് ശേഷം കുറച്ചുകൂടി ബ്ലൂ കളർ കൂടി അന്തരീക്ഷത്തിലേക്ക് കയറി വരുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ആകാശം നമുക്ക് കിട്ടും. അപ്പം ഇത് നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാവുന്ന സമയമാണ്. ഇനി സൂര്യോദയത്തിലാണ് നിങ്ങൾ ചിത്രം എടുക്കുന്നതെങ്കിൽ ഉദയത്തിന് തൊട്ട് മുന്നേ ഉള്ള സമയത്തിനെയാണ് നമ്മൾ ബ്ലൂ അവർ എന്ന് പറയാം. ഉദയത്തിന് ശേഷമുള്ള കുറച്ച് സമയത്തിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയാം. ഈ ലൈറ്റിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചേസ് ചെയ്യാം. സൺസെറ്റ് ചിത്രങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ആ ലൊക്കേഷനിൽ കുറച്ച് നേരത്തെ എത്തണം. എന്നിട്ട് നമുക്ക് അതിൽ സാധ്യതയുള്ള ഫ്രെയിമുകൾ മനസ്സിലാക്കണം, എവിടെ നമുക്ക് ക്യാമറ വെക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സൺസെറ്റ് സമയമാകുമ്പോഴേക്കും നമ്മൾ സെറ്റായിട്ട് നിൽക്കണം എന്നർത്ഥം. ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പലതരം ആപ്പുകളുണ്ട്. അതായത് നമുക്ക് സണ്ണിന്റെ പൊസിഷൻ മനസ്സിലാക്കാം, അതായത് സെറ്റ് ചെയ്യുന്ന പൊസിഷൻ നമ്മുടെ ആ ഒരു ഫ്രെയിമിൽ എവിടെയാണെന്ന് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് സൺസെറ്റ് അതിന്റെ സമയം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആപ്പുകളുണ്ട്. ഇതൊക്കെ നമ്മളെ ഫോട്ടോഗ്രാഫി പ്ലാനിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആവും. സൺസെറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമ കൂടി ആവശ്യമുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ്. കാരണം നമ്മൾ ഒരു ലൊക്കേഷനിലെ സ്കൈ എല്ലാ ദിവസവും ഒരേപോലെ മനോഹരമായിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ലൊക്കേഷൻ തന്നെ പല ദിവസങ്ങളിലായിട്ട് പല സൺസെറ്റുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടുക. ലെൻസസ്, കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ, വിശാലമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, പിന്നെ കൂടെ സൺസെറ്റും, ഇത് മുഴുവനും നമുക്കൊരു ഫ്രെയിമിൽ ഒതുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു വൈഡ് ലെൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ക്യാമറയിലുള്ള വൈഡ് ലെൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. കാരണം മൊബൈലിലുള്ള വൈഡ് ലെൻസുകൾ എന്ന് പറയുന്നത് ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. വൈഡ് ആംഗിൾ ലെൻസ് തന്നെ എപ്പോഴും നല്ല ചിത്രങ്ങൾ പകർത്താൻ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ടെലി ലെൻസ് ഉപയോഗിച്ചിട്ടും സൺസെറ്റിൽ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ പകർത്താൻ പറ്റും. ഈവൻ പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ അത് നമുക്ക് യൂസ്ഫുൾ ആവും. ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ സണ്ണൊക്കെ വളരെ വലുതായിട്ടും അതിന്റെ ഫ്രണ്ടിലുള്ള ചില എലമെന്റുകളൊക്കെ വരുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു. ഇത് ടെലി ലെൻസുകൾ ഉപയോഗിച്ചിട്ട് പകർത്തുന്നതാണ്. അപ്പം ഏത് ലെൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ഈ സമയത്ത് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. ക്യാമറ സെറ്റിംഗ്സ്, നമുക്ക് ISOയിൽ തുടങ്ങാം. ISO വളരെ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രെയിമിൽ നോയ്സ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് നമുക്ക് ISO ഒരു 800-നുള്ളിൽ ലിമിറ്റ് ചെയ്യാം. പറ്റുമെങ്കിൽ അതിലും വളരെ താഴെ, അതായത് 100-ലോ 200-ലോ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത്, നമ്മളൊരു വൈഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് പകർത്തുന്നതെങ്കിൽ കൂടുതൽ ഏരിയ ഫോക്കസിൽ വരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് F നമ്പർ കുറച്ചുകൂടി, അതായത് 8-ഓ 11-ഓ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എല്ലാം ഫോക്കസിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ISOയും അപ്പർച്ചറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബാക്കിയുള്ളത് ഷട്ടർ സ്പീഡ് മാത്രമാണ്. അപ്പോൾ നമുക്ക് വെളിച്ചം കൃത്യമായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഷട്ടർ സ്പീഡ് നന്നായിട്ട് കുറയ്ക്കേണ്ടി വരും. ഒരുപാട് ഷട്ടർ സ്പീഡ് കുറയ്ക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം ബ്ലർ ആവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കും. ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ട്രൈപോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നല്ലൊരു സൺസെറ്റ് പിക്ചർ പകർത്താനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്കൈ, അതുപോലെ തന്നെ നല്ല അടിപൊളി മേഘങ്ങൾ. ഇത് കൂടാതെ നല്ലൊരു ഫോർഗ്രൗണ്ട് എലമെന്റ് കൂടി ചേരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് സൺസെറ്റ് ചിത്രത്തിനുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് മാറുന്നത്. ഈ ഫോർഗ്രൗണ്ട് എലമെന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലൊരു വാട്ടർ ബോഡി ആവാം, നല്ല നാച്ചുറൽ ആയിട്ടുള്ള മറ്റ് എലമെന്റുകളാവാം. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നല്ല ആർക്കിടെക്ചർ ബിൽഡിങ്ങുകളൊക്കെ ഇതിന്റെ ഫോർഗ്രൗണ്ട് എലമെന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ ഏത് എലമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ക്രിയേറ്റീവായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. ചില സമയത്ത് നമുക്ക് സ്കൈക്ക് പ്രാധാന്യം കൊടുത്ത് കൂടുതൽ സ്പേസ് സ്കൈക്കായിട്ട് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കോമ്പോസ് ചെയ്യാം. ഇനി അതല്ല, നമ്മളെ ഫോർഗ്രൗണ്ട് എലമെന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് പ്രാധാന്യം കൊടുത്ത് കുറച്ച് സ്കൈ മാത്രം വെച്ചിട്ടും കോമ്പോസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അതായത് സിറ്റുവേഷനിൽ എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. സൺസെറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് നല്ല റിഫ്ലക്ഷൻസ് ആണ്. നമ്മൾ ഭംഗിയുള്ള സ്കൈ ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ വെള്ളത്തിലും അതേപോലുള്ള റിഫ്ലക്ഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സമയത്ത് ഇതിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കോമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിടിലൻ ചിത്രങ്ങൾ കിട്ടുന്നതായിരിക്കും. സ്റ്റാർ ബേസ്റ്റ് എഫക്ട്, സൺസെറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ഐഡിയ ആണ്. നമുക്ക് സണ്ണ് കുറച്ച് ഹൈയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരം ചിത്രങ്ങൾ പകർത്താൻ പറ്റുക. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള എലമെന്റ് വെച്ചിട്ട് അതിന്റെ എഡ്ജിൽ നിന്ന് ഇങ്ങനെ സണ്ണ് പോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ ചിത്രം നമ്മൾ കോമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല എഫക്റ്റുകൾ കിട്ടും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്യാമറയിൽ ഒരു ചെറിയൊരു സെറ്റിംഗ്സ് മാറ്റിയാൽ മതി. അതായത് നമ്മൾ അപ്പർച്ചർ വാല്യൂ 18-ന് മുകളിലായിട്ട് അല്ലെങ്കിൽ 22 വരെയുള്ള വാല്യൂയിൽ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും.
സിലോട്ട് അഥവാ നിഴൽ ചിത്രങ്ങൾ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സ്, അതിന് ഫ്രണ്ടിലായിട്ട് നമ്മളൊരു എലമെന്റിനെ വെക്കുന്ന സമയത്ത് ഫോർഗ്രൗണ്ടിലുള്ള എലമെന്റ് ഒരു നിഴൽ പോലെ അല്ലെങ്കിൽ ഇരുണ്ട രൂപമായിട്ട് കാണുന്ന തരം ചിത്രങ്ങളെയാണ് നമ്മൾ സിലോട്ട് എന്ന് പറയുന്നത്. ഇത്തരം ചിത്രങ്ങൾ പകർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് സൺസെറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ളതും വളരെ ഭംഗിയുള്ളതായിട്ടുള്ള ഒരു ക്യാൻവാസ്, അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് എലമെന്റുകളെ പ്ലേസ് ചെയ്തിട്ട് ചിത്രങ്ങൾ എടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ ആളുകളാവാം, വസ്തുക്കളാവാം, വേറെ എന്തെങ്കിലും എലമെന്റുകളൊക്കെ ആവാം. ഈ എലമെന്റുകളെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സിലോട്ട് ഫോട്ടോഗ്രാഫിയുടെ വിജയം എന്ന് പറയുന്നത്. സിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ എലമെന്റുകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് രൂപമെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം ഈ എലമെന്റുകൾ തമ്മിലുള്ള ഒരു സ്പേസ് ഒക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് വസ്തുക്കൾ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരാളിന്റെ ഫേസ് ഒക്കെ സിലോട്ട് രീതിയിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അയാൾ ചരിഞ്ഞു നിന്നിട്ട്, അതായത് നമുക്ക് ഫേസിന്റെ ഔട്ട്ലൈൻ കൂടെ കിട്ടുന്ന രീതിയിൽ നിന്നിട്ട് ചിത്രങ്ങൾ എടുത്താലേ അത് ഭംഗിയായിട്ട് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അയാളെ ഫേസിന്റെ ഔട്ട്ലൈൻ കൂടെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. നിങ്ങളുടെ ഫേവറേറ്റ് സൺസെറ്റ് വ്യൂ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആയിരിക്കും.